രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ കടുത്ത വിമർശനങ്ങൾക്ക് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ തീപ്പൊരി മറുപടി. കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ രൂക്ഷമായ ഭാഷയിലാണ് ചെന്നിത്തല നേരിട്ടത്. മുഖ്യമന്ത്രി പീഡകർക്ക് സംരക്ഷണം നൽകുന്നുവെന്നും സ്വന്തം പാർട്ടിയിലെ ലൈംഗിക കുറ്റവാളികളെ നിലയ്ക്ക് നിർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്ത്രീലമ്പടന്മാരെ CPIM നിലയ്ക്ക് നിർത്താട്ടെ. സ്ത്രീ പീഡനം നടത്തിയ എത്രയോ പേരെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു. ഈ ഇരട്ടത്താപ്പ് ശരിയല്ല, രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. CPIM നേതാക്കൾക്കെതിരെ പരാതികൾ വരുമ്പോൾ സ്വീകരിക്കുന്ന മൃദു സമീപനത്തെയാണ് അദ്ദേഹം ഇവിടെ പരോക്ഷമായി വിമർശിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നടപടി മാതൃകാപരമാണ്. KPCC പ്രസിഡന്റിന് പരാതി ലഭിച്ച തൊട്ടടുത്ത നിമിഷം തന്നെ പരാതി DGPക്ക് കൈമാറി. അതാണ് തങ്ങളും മുഖ്യമന്ത്രിയും തമ്മിലുള്ള സുപ്രധാന വ്യത്യാസമെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. പാർട്ടിക്ക് അതീതമായി നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണം. പിള്ള നയം സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ഭരണകൂടം നീതി നിർവഹണത്തിൽ പക്ഷപാതിത്വം കാണിക്കരുതെന്ന ശക്തമായ സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. CPIM മുൻ MLAക്കെതിരെ ലൈംഗിക അതിക്രമ പരാതി കിട്ടിയിട്ടും അത് 2 ആഴ്ചയോളം കയ്യിൽ വെച്ചയാളാണ് തങ്ങൾക്കെതിരെ സംസാരിക്കുന്നതെന്ന മുഖ്യമന്ത്രിയുടെ മുൻ നടപടിയെയും ചെന്നിത്തല ഓർമ്മിപ്പിച്ചു. അതിനാൽ മുഖ്യമന്ത്രി കോൺഗ്രസിന് സാരോപദേശം നൽകേണ്ടതില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. സ്വന്തം പാർട്ടിക്കാരെ പറ്റിയുള്ള പരാതികൾ വരുമെന്നാണോ മുഖ്യമന്ത്രി പറയുന്നത്? എത്രയോ പീഡന പരാതികൾ ഒതുക്കി തീർത്തയാളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി എന്ന ചെന്നിത്തലയുടെ ആരോപണം കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയപ്പോൾ ചെയ്ത കാര്യങ്ങൾ തങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന മുന്നറിയിപ്പ് നൽകിയത് പിണറായി വിജയൻ CPIM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്തെ വിവാദപരമായ നിലപാടുകളിലേക്കുള്ള സൂചനയായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇത്തരം കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ചെലവാകില്ല. വരുന്ന തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് കണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ കള്ളപ്രചരണം നടത്തുന്നത്. ജനശ്രദ്ധ സർക്കാരിന്റെ ഭരണ പരാജയങ്ങളിൽ നിന്ന് തിരിക്കാനുള്ള ശ്രമമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളെ ശ്രദ്ധിക്കാൻ സമയം കണ്ടെത്തണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ നികുതി പണം മുടക്കി വിദേശത്ത് ചുറ്റി സഞ്ചരിക്കുകയാണ് മുഖ്യമന്ത്രിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ഈ വിദേശയാത്രകൾ ജനങ്ങൾക്ക് ഒരു പ്രയോജനവും ചെയ്യുന്നില്ല. ഈ സർക്കാരിന്റെ പ്രവർത്തനം തീർത്തും പരാജയമാണെന്നും ജനവിരുദ്ധ നയങ്ങളാണ് നടപ്പാക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. സർക്കാരിന്റെ ഭരണ പരാജയങ്ങൾ പലതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജനങ്ങൾക്ക് ഒരു പ്രയോജനവും ചെയ്യാത്ത സർക്കാരാണിതെന്നുള്ള യാഥാർത്ഥ്യം. ജനങ്ങളുടെ പണം പാഴാക്കുന്ന ഭരണ രീതികളാണ് പിണറായി വിജയന്റേതെന്നും ചെന്നിത്തല വിമർശിച്ചു. ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉന്നതരെ സംരക്ഷിക്കാനും യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരാതിരിക്കാനും മുഖ്യമന്ത്രി ശ്രമിക്കുന്നുവെന്നും ചെന്നിത്തല ആരോപിച്ചു. ഈ വിഷയങ്ങളിലെല്ലാം ജനങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വിഷയങ്ങളെല്ലാം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ശക്തമായി പ്രതിഫലിക്കുമെന്ന മുന്നറിയിപ്പും ചെന്നിത്തല നൽകി. ജനങ്ങൾക്ക് നൽകിയ ഏത് വാഗ്ദാനമാണ് മുഖ്യമന്ത്രി പാലിച്ചതെന്നും നാടിന് എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയതെന്നും അദ്ദേഹം ചോദ്യം ഉന്നയിച്ചു. വർഗീയതയും വ്യക്തിപരമായ ആക്രമണങ്ങളും ഒഴിവാക്കി വികസന കാര്യങ്ങളെക്കുറിച്ചും ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചും സംവദിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ തങ്ങളുടെ പാർട്ടിയിലില്ലെന്നും പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ച് എന്ത് പറയാനാണെന്നും രമേശ് ചെന്നിത്തല ആവർത്തിച്ചു പറഞ്ഞു. നടപടി സ്വീകരിക്കേണ്ട ഘട്ടത്തിൽ കോൺഗ്രസ് അടിയന്തരമായി നിയമപരമായ പിന്തുണ നൽകി എന്നതാണ് വസ്തുത. മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയ മറുപടി നൽകിക്കൊണ്ട് ഭരണകൂടം സ്ത്രീ സുരക്ഷാ വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പിനെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തിലൂടെ കോൺഗ്രസിന് സാധിച്ചു. ഈ വിഷയത്തിൽ CPIM എന്തെങ്കിലും പ്രതികരണം നടത്തുമോ എന്ന ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ കേരളം നിലവിൽ ഈ സംഭവ വികാസങ്ങളെ നിരീക്ഷിക്കുന്നത്.